അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം നിരവധി ആരാധനാലയങ്ങളിലും നഗരഗ്രാമ വീഥികളിലും പതിനായിരക്കണക്കിന് രാമജ്യോതികൾ ഭക്തർ തെളിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രനടയിൽ തന്ത്രിയും രാജപ്രതിനിധികളും സമുദായ നേതാക്കളും ചേർന്നാണ് ദീപം പകർന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കവാടമായ കിഴക്കേ നടയിലും പത്മതീർത്ഥക്കരയിലുമാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 1,00,000 രാമജ്യോതികൾ മിഴിതുറന്നത്. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ഭദ്രദീപം പകർന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ, NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ, SNDP യോഗം പ്രാദേശിക അധ്യക്ഷൻ പ്രേംരാജ്, K. രാമൻപിള്ള, ഗോപാൽജി തുടങ്ങിയവർ ചേർന്ന് പിന്നീട് ദീപങ്ങൾ കൈമാറി. അയോധ്യയിലെ കർസേവയിൽ പങ്കെടുത്ത K. രാജശേഖരനെ ചടങ്ങിൽ ആദരിച്ചു. പത്മതീർത്ഥക്കരയിലും ക്ഷേത്രനടയിലും മൺചിരാതുകളിൽ വിളക്ക് തെളിയിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. ക്ഷേത്രത്തിന് പുറത്ത് BMS ഓട്ടോ തൊഴിലാളികളും വിളക്ക് തെളിയിച്ചു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലും വൈകിട്ട് വിശേഷാൽ രാമജ്യോതികൾ തെളിഞ്ഞു. കാഴ്ച പരിമിതരുടെ ദേശീയ സംഘടനയായ സക്ഷമയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനാർച്ചനയും ഒരുക്കി. BJP സംസ്ഥാന കാര്യാലയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. സുധീറിന്റെ നേതൃത്വത്തിലാണ് രാമജ്യോതികൾ തെളിയിച്ചത്. അയോധ്യയിൽ പ്രക്ഷോഭം നടന്ന കാലത്ത് മണികണ്ഠേശ്വരത്ത് അയോധ്യാനഗർ എന്ന പേരിൽ രൂപപ്പെട്ട പ്രദേശത്തും സ്ഥലവാസികൾ വിശേഷാൽ പരിപാടികൾ ഒരുക്കി. ജനം, തിരുവനന്തപുരം.